ഹലോ കൂട്ടുകാരെ, കഴിഞ്ഞ കുറേ നാളുകളിലായിട്ട് ഞാൻ വീഡിയോ ഇദ്ദേഹമായിട്ട് ചെയ്യുന്നതാണ്. നമ്മുടെ കൂട്ടത്തിലുള്ള ആളാണ് മിസ്റ്റർ ദിനേശ് കൊല്ലപ്പള്ളി. ടെൻഡടാങ്. ഞങ്ങൾ പിന്നെ നല്ലൊരു പേരാണ് കേട്ടോ, ദിനേശ് കൊല്ലപ്പള്ളി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഞങ്ങൾ അടുത്ത് താമസിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾ ആനുകാലികമായ പല കാര്യങ്ങളെക്കുറിച്ചും പല സമയങ്ങളിലായിട്ട് സംസാരിക്കാറുണ്ട്. അവന് വളരെ കുറച്ച് നാളത്തെ ഗ്യാപ്പിന് ശേഷം ഞങ്ങൾ വീണ്ടും കൂടിയിരിക്കുകയാണ് അല്ലേ? അതെ അതെ. ഇദ്ദേഹം വളരെ വർഷങ്ങളായിട്ട് സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ളതും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര ഒരു വലിയൊരു ഭയങ്കര സൂപ്പർ സ്റ്റാറായിട്ട് അങ്ങനെയൊന്നും ഇല്ലെങ്കിലും സിനിമാ മേഖലയായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുകയും പലരുമായിട്ട് കണക്ഷൻ എന്ന് പറഞ്ഞാൽ വലിയ ഭയങ്കര നമ്മളങ്ങനെ ഒത്തിരി ഹൈപ്പ് ഇത് പറയുന്നില്ല, പക്ഷേ അങ്ങനെ പലരുമായിട്ട് ബന്ധപ്പെടുകയും ബിഗ് ഷോട്ടല്ല, സാധാരണക്കാർക്കും സിനിമ ചെയ്യാൻ സാധിക്കും, അല്ലെ സിനിമയിൽ ഭാഗഭാക്കാക്കാൻ പറ്റും എന്ന് കാണിക്കുക എന്നുള്ളതാണ് ഞാൻ ആദ്യം ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞ ഒരു പ്രിൻസിപ്പിള്. അതെ. പക്ഷേ എന്താ പറയണേ, അത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മുടെയൊക്കെ ചെറുപ്പത്തിലൊക്കെ നമ്മളൊക്കെ സിനിമ എന്ന് പറയുമ്പോൾ മമ്മൂട്ടി, മോഹൻലാൽ അല്ലേ, അങ്ങനെയൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ അങ്ങനെയല്ല, ഏത് സാധാരണക്കാരനും പറ്റുന്ന ഒരു രീതിയാണ്. ഇവരൊക്കെയും ഒരു കാലത്ത് സാധാരണക്കാരായിരുന്നു. അപ്പം അത്ര കൊണ്ടായിരുന്നല്ലോ എൻ്റെ ഉദ്ദേശം. അതെ. അപ്പോൾ ഞങ്ങളുടെ വിഷയം എന്ന് പറയുന്നത് സിനിമയും ആനുകാലിക വിഷയങ്ങളും ഇപ്പോഴത്തെ അസോസിയേഷനും ഇപ്പോഴത്തെ കറണ്ട് വിഷയങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് അങ്ങ് തുടങ്ങാണ്. പറയൂ ബ്രോ, ഇപ്പോൾ ഈ കഴിഞ്ഞ റീസെൻ്റ് ആയിട്ട് നമ്മുടെ ടിനി ടോമിന് എല്ലാവർക്കും ഇഷ്ടമുള്ള ആളാണ്. ടിനി ടോമിൻ്റെ മകനെ ഇഷ്ടമാണ്. അദ്ദേഹം ഇച്ചിരി ഏറിലായിരുന്നു അല്ലേ, ഒരു അയലോക്ക പ്രശ്നം അങ്ങനെയൊക്കെ ആയിട്ടല്ലേ. നമ്മൾ ആരും കുറ്റം പറയാനായിട്ടല്ലേ ഈ വീഡിയോ ചെയ്യുന്നത്, ആരെയും മോശമാക്കാനൊന്നുമല്ല പറയുന്നത്. പക്ഷേ അയലോക്ക കേസ് കുറ്റമാകാന്ന് പറഞ്ഞാൽ നമ്മളിപ്പം കണ്ടില്ല ആ വീഡിയോയിൽ. എനിക്ക് തോന്നുന്നില്ല അതൊരു ഒരു ക്ലിയർ കട്ട് പിക്ചറാണെന്ന്. കാരണം അയാളുടേതായ ഭാഗങ്ങൾ കഴിഞ്ഞ് അയാൾ ഇവനെ കുറ്റക്കാരനാക്കാൻ വേണ്ടി മാത്രം ചെയ്താന്ന് എനിക്ക് തോന്നുന്നത്. അതൊക്കെ അഗെയിൻ രണ്ട് അയലക്കൻകാർ തമ്മിലുള്ള പ്രശ്നം. അതിനൊന്നും എന്തിനാണ് ഈ മാപ്പറകൾ ഇത്രമാത്രം ഇതിന് പ്രസക്തി കൊടുക്കുന്നത് എനിക്കറിയത്തില്ല. ഇതൊക്കെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതല്ലേ. ആ സൈഡിലും ഈ സൈഡിലും നമ്മളെല്ലാവരും വന്നിട്ടുള്ള നമ്മുടെ ജീവിതത്തിലല്ലേ. അതെ, ഞാൻ അപ്പുറം താമസിക്കുന്നു, ഇദ്ദേഹം ഇപ്പുറം താമസിക്കുന്നു. ഞാൻ ഇദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് ഇവിടെ സ്കൂളുണ്ട്. ആ സ്കൂളിൽ പോകുന്നപ്പോൾ ഞാൻ ഇവിടെ കൊണ്ടിട്ട് വണ്ടി ഇട്ടിട്ട് പോയി ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല അല്ലേ. ഇതൊക്കെ അത് അവർ തീർക്കേണ്ട ഒരു കാര്യം. എന്തിനാ ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പോലും ഞാൻ ചിന്തിക്കാറുണ്ട്. ആ പയ്യനും ഒരു മോശക്കാരനാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാം ഇന്ന് നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളുമാണ്. ആ പയ്യനും ആ അയലക്കൻകാരനും ഒന്നും മോശക്കാരല്ല, അവരെല്ലാവരും നല്ലവരാണ്. ഞാൻ സംഭവിച്ചു വേറൊരു കാര്യം ചോദിക്കാം. അപ്പോൾ ഈ നീനാക്കുറിപ്പ് ഒക്കെ ഇദ്ദേഹത്തെക്കുറിച്ച് ടോനി ടോമിനെ കുറിച്ചൊക്കെ ഏതാണ്ടൊക്കെ പറഞ്ഞല്ലോ. എനിക്ക് തോന്നുന്നത് അമ്മ എന്ന് പറയുന്ന ഒരു സംഘടനയാണ്. ആ സംഘടനയുടെ ഒരു അംഗമല്ല ഞാൻ. കാര്യം ഞാൻ 8 പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്, ചെറുതും ഇത്തിരി വലുതും ഒക്കെ ആയിട്ടുള്ള വേഷത്തിൽ. പക്ഷേ എന്നെപ്പോലുള്ള ഒരാൾക്കൊന്നും അമ്മയിൽ എന്തുകൊണ്ട് അംഗത്വം തരുന്നില്ല എന്നതൊരു ക്വസ്റ്റ്യനാണ്. അതൊരു സംഘടനയാണ്, ജനാധിപത്യ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. പക്ഷേ അവിടെയൊന്നും നമ്മളെപ്പോലുള്ളവർക്ക് അംഗത്വം തരുന്നില്ല. അതൊക്കെ സ്ഥാപിതമായ താല്പര്യങ്ങൾ കൊണ്ട് പോവുകയാണ്. പിന്നെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം, എനിക്ക് അഭിപ്രായം പറയാമോ ഇല്ലയോ എന്ന് അറിയത്തില്ല ബ്രോ, പക്ഷേ ഞാൻ കണ്ടും മനസ്സിലാക്കിയും ഒരുപാട് സോ കോൾഡ് താരങ്ങളും ഒക്കെ ആയിട്ട് നല്ല രീതിയിലുള്ള ബന്ധങ്ങളുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത് 3 പടങ്ങളിലെങ്കിലും കഥാപാത്രത്തിന് പേരുള്ള ചിത്രങ്ങളിൽ അഭിനയിക്കണം, അങ്ങയിൽ അംഗത്വം കിട്ടണം. സിദ്ദിഖായുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ സിദ്ദിഖ പറഞ്ഞതാണ്. പിന്നെ അങ്ങനെയൊക്കെ കുറേ നിബന്ധനകളുണ്ട്. പക്ഷേ ഫീൽഡ് ഔട്ട് ആയവരും ഇന്ന് ഇത് തന്നെയാണ് വരുവാ. നിങ്ങൾ ഫീൽഡ് ഔട്ട് ആയോ? അല്ലല്ല, ഞാൻ പറഞ്ഞത് ഇന്ന് നമ്മൾ അമ്മയിലേക്ക് ചെല്ലുകയാണെങ്കിൽ ഞാൻ ഫീൽഡ് ഇൻ ആയിട്ടില്ലല്ലോ, പിന്നില്ല ഫീൽഡ് ഔട്ട് ആണ്. അപ്പം ഞാൻ ഫീൽഡ് ഇൻ പോലും ആയിട്ടില്ല എന്നാണ് അവർ പറയണത്. അപ്പം അങ്ങനെ ഒരുപാട് പേരുണ്ട്. ബ്രോയ്ക്ക് അറിയാം, നമ്മുടെ ഞാൻ കേട്ടതാണ് കേട്ടോ, മിഥുനില്ലേ നമ്മുടെ, അതെ, അദ്ദേഹത്തിന് അമ്മയിൽ അംഗത്വം കൊടുത്തില്ലെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. കാരണം പറയണത് നീ ഒരു ആങ്കറാണ് എന്ന് പറഞ്ഞാണ്. വളരെ സ്ഥാപിതമായ താല്പര്യങ്ങളാണ്. പിന്നെ അവരെക്കുറിച്ചൊക്കെ ഒത്തിരി വേറെ മറ്റു പലതും കേൾക്കുന്നു, പണം വാങ്ങുന്നു, അല്ലെങ്കിൽ മറ്റു പലതും വാങ്ങുന്നു എന്നൊക്കെ കേൾക്കുന്നു. ഇതൊന്നും എനിക്കറിയത്തില്ല, ആരാണ് വാണ്ട് ടു ഡിസ്കസ് ദാറ്റ്. പക്ഷേ എനിക്ക് തോന്നുന്നത് കുറേ ഫീൽഡ് ഔട്ട് ആയ കുറേ പെണ്ണുങ്ങളും ആണുങ്ങളും ഇതിനകത്ത് കിടന്ന് കളിക്കുകയാണ്. ഇത് കഴിഞ്ഞ ദിവസം വോയിസ് റെക്കോർഡിങ് ചെയ്തപ്പോൾ പറഞ്ഞത് കണ്ടോ, അവരെ ഇറക്കാൻ ചെയ്തു. അങ്ങനെ എന്തിന് ഇത്തരം റെക്കോർഡിങ്ങുകളും വോയിസുകളും ഒക്കെ ഇതിനകത്ത് ചർച്ചയാക്കുന്നു സാറേ? അമ്മ ഒരു ജനാധിപത്യ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു അംഗീകൃത സംഘടനയാണ് അല്ലേ. അവരതിൻ്റെ ലൂപ്പ് ഹോൾസ് പിടിച്ച് മറ്റുള്ളവർക്ക് അംഗത്വം കൊടുക്കുകയോ ഒക്കെ പെറുക്കുകയും ചെയ്യുന്നുണ്ട്, പെൻഷൻ കൊടുക്കുന്നുണ്ടൊക്കെ. പെൻഷൻ കൊടുക്കുക, ഇതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ് അവർ ചെയ്യുന്നത്. പക്ഷേ ഈ നമ്മുടെ രാഷ്ട്രീയം പോലെ തന്നെ സിനിമയിലും കുറെ താരങ്ങളുണ്ട്, കുറെ ഗ്രൂപ്പുണ്ട്. ഒരു ഗ്രൂപ്പിനേക്കാൾ ഉപരി ആ ഗ്രൂപ്പ് എങ്ങനെ ക്രിയേറ്റഡ് ആവുന്നു എന്നുള്ളതാണ് ചോദ്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പണിയും ചെയ്യാതെ ഈ സിനിമാഭിനയം എന്ന് പറഞ്ഞ് നടക്കുന്നത്, ഈ രാഷ്ട്രീയക്കാർ അണികൾ നടക്കുന്നില്ല, ഒരു പണിയും ചെയ്യാതെ രാഷ്ട്രീയം തൊഴിലാക്കിക്കൊണ്ട് എന്ന് പറഞ്ഞ പോലെ സിനിമാഭിനയം തൊഴിലാക്കിക്കൊണ്ട് നടക്കുന്ന, എന്നാൽ സിനിമയിൽ ഇല്ലാത്ത ഇത്തരം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് നടത്തി കുറേ ആരെങ്കിലുമൊക്കെ പിടിച്ച് സൂപ്പിച്ചും പെറുക്കിയൊക്കെ ഈ കുറേ സ്റ്റേജ് ഷോ ഇങ്ങനെയൊക്കെ നടക്കുന്ന, അല്ലെങ്കിൽ ഈ സംഘടനാപരമായിട്ട് നടക്കുന്ന കുറേ പേരുണ്ട്. ഇങ്ങനെയൊന്നും അല്ല ഒരു സംഘടന പോകേണ്ട ഒരു ജനാധിപത്യ രാജ്യത്തിൽ. അവർക്ക് അവരുടേതായ വോയിസ് ഉണ്ട്, ഓഫ് കോഴ്സ്. പക്ഷേ ഇതിനൊക്കെ ഒരു ക്രൈറ്റീരിയ വേണം. ഇപ്പോൾ ഞാൻ പറയട്ടെ, നിർബന്ധമായും നമ്മൾ പോകുന്നതും പോകേണ്ടതും
ഇപ്പം ചലച്ചിത്ര അക്കാദമിയിലെ ചലച്ചിത്ര മേഖലയിലെ നടന്മാരുടെയും നടിമാരെയാണ് അവർ ഫുൾ ടൈം നടന്മാരും നടിമാരും ആയിരിക്കുന്നവരായിരിക്കണം ആ രംഗത്ത് പ്രവർത്തിക്കേണ്ടതല്ലേ. ഈ ഒരു തൊഴിലും ഇല്ലാതെ ഇതിൻ്റെ പേരിൽ കുറേ ഗോസിപ്പുകളും പറഞ്ഞ് തൊഴിലുമില്ലാത്ത നടക്കുന്നവർ ഞാൻ തന്നെ പറയുകയാണ്. ഞാനിപ്പം സിനിമയിൽ ഞാൻ ഒരു പടം നിർമ്മിച്ചു ഒരു പടത്തിൽ നിർമ്മാണ പങ്കാളിയായി ഓൾമോസ്റ്റ് ഞാൻ തന്നെയാണ് അത് നിർമ്മിച്ചത്. പക്ഷേ വേറൊരു പടത്തിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ടും കൂടി ഞാൻ പറയുകയാണ്. കുറച്ച് പേർ നടീനടന്മാരുണ്ട്, അവർ പണ്ട് എന്താ പറയണേ, മറ്റേ ഉടുവോ അങ്ങേരുടെ പുസ്തകത്തിൽ പറയുന്ന പോലെ ഡിപ്പാപ്പൊക്കെ ആനുണ്ടായിരുന്നു അതിൻ്റെ തായം എൻ്റെ ചദ്യ ഉണ്ടെന്ന് പറയണ പോലെയാണ്. പണ്ടൊക്കെ ഏതോ പടത്തിൽ അഭിനയിച്ചെന്നും പറഞ്ഞ് ഇപ്പോഴും വലിയ സൂപ്പർ സ്റ്റാറുകളായി വിരിഞ്ഞ് വില്ലങ്കിച്ച് നടക്കുകയാണ്. അവരൊരു പടം തുടങ്ങുമ്പോൾ നമുക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് പ്രൊഡ്യൂസറെ കശക്കി കറക്കി കൈ വെച്ച് നമ്മളുടെ പടമാണെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുനടക്കാണ്. എനിക്കും അനുഭവമുണ്ട്. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് പടം കോടികൾ മുടക്കി ഈ നിർമ്മാതാവ് പിടിച്ചു കഴിയുമ്പം പിന്നെ ഇത് നിൻ്റെ പടത്തിൽ ഞാൻ ചെയ്തില്ലേ, നിങ്ങളുടെ പടത്തിന് വേണ്ടി സഹകരിച്ചില്ലേ, നിങ്ങളുടെ പടത്തിന് വേണ്ടി ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നീട് ഇവരുടെ ജീവിതം മൊത്തം ഈ നിർമ്മാതാവിൻ്റെ കയ്യിലാണ്. രാവിലെ നിർമ്മാതാവിൻ്റെ അടുത്ത് വരും, അയാളുടെ ചിലവിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ നടക്കും. ഇതാണ് പല നടീനടന്മാർ. ഇങ്ങനത്തെ ആൾക്കാരാണ് ഇതിൻ്റെയൊക്കെ ശാപം. എനിക്ക് തോന്നുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ മാറാൻ ഈ സംഘടനകളൊക്കെ അമ്മയായാലും ഫെഫ്ക ആയാലും ഇങ്ങനെയൊക്കെയുള്ളതൊക്കെ ഇതിനകത്ത് വരണം. സിരാജ് ഇങ്ങനെയൊക്കെയുള്ളവരൊക്കെ വളരെ, അല്ലെങ്കിൽ ആസിഫ് അലി ഇവരൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ വളരെ കുഞ്ചാക്കോവൻ ഇങ്ങനെയൊക്കെയുള്ളവരെന്ന് പറഞ്ഞാൽ വളരെ പ്രൊഫഷണലായിട്ട് ഇതിനെ കാണുന്ന ആൾക്കാരാണ്. ഷാജൻ കലഭവൻ ഷാജൻ ചേട്ടൻ അഡ്മയർ ചെയ്യേണ്ട ഒരു ക്യാരക്ടറാണ്. കാരണം പ്രൊഫഷൻ ഈസ് പ്രൊഫഷൻ ആൻഡ് ഫ്രണ്ട്ഷിപ്പ് ഈസ് ഫ്രണ്ട്ഷിപ്പ്, ബാക്കി കാര്യങ്ങളൊക്കെ വേറെ. അപ്പോൾ അങ്ങനെ പോകുന്ന മനുഷ്യരാണ് ഇവരൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പണിയില്ലാതെ നടന്ന് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, നടനാണെന്നൊക്കെ പേരും പറഞ്ഞ് മെയിൻ രംഗത്ത് വരുന്നു, അല്ലെങ്കിൽ അവരുടെ പിന്നാളികളായിട്ട് നിൽക്കുന്നു. എന്നിട്ട് ഇത് ഈ വ്യവസായത്തെ തന്നെ നശിപ്പിക്കുന്ന ഇത്തരക്കാരെയൊക്കെ തൂത്തു തുടയ്ക്കാനായിട്ട് ഇത്തരം സംഘടനകൾക്ക് സാധിക്കണം ബ്രോ. അതേ നിർമ്മാതാക്കളുടെ രംഗത്ത് വരാൻ അതൊക്കെ പറ്റുള്ളൂ. ഇപ്പോൾ തന്നെയാണ് നമ്മൾ കണ്ടില്ലേ, ഇപ്പം ഞാനൊരു പടം നിർമ്മിച്ചു. ആ പടം ഞാൻ ആദ്യം നിർമ്മിക്കുമ്പോൾ പാർട്ട്നേഴ്സ് അത് നിർമ്മിക്കുമ്പോൾ ഞാൻ സെറ്റെല്ലാം ഇട്ടിട്ട് വരുമ്പോഴാണ് കോവിഡ് വരുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് തിരിച്ച് കയറി പോരേണ്ടി വന്നു. ഒരു മാസം കഴിഞ്ഞാൽ ഞാൻ ഇവിടെ തിരിച്ചെത്തിയത്, പല രാജ്യങ്ങൾ കറങ്ങി. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ എൻ്റെ ആ സെറ്റെല്ലാം നശിച്ചു. വീണ്ടും ഞാൻ സെറ്റ് ആദ്യം മുതലേ തുടങ്ങി. നടീനടന്മാരുടെ ഡേറ്റ് എല്ലാം ക്ലാഷായി, നിർമ്മാണ ചെലവുകളെല്ലാം കൂടി. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞപ്പം എൻ്റെ പടത്തിന് ഒരുപാട് ചിലവായി. അപ്പോഴാണ് ഞാൻ എൻ്റെ പാർട്ട്നേഴ്സ് എന്ന പടം ഈ ഓസ്ട്രേലിയയിൽ ഇവിടെ ഒരു തിയേറ്ററിൽ ഞാൻ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോ വളരെ ആത്മാർത്ഥ സുഹൃത്താണ്, അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിടാ പടം ഉണ്ട്, നീ ഒന്ന് പോയി ടിക്കറ്റ് എടുത്ത് കാണണമെന്ന് പറയുമ്പോൾ പുള്ളി എന്നോട് പറഞ്ഞില്ലെന്നറിയോ, 4 പ്രാവശ്യം നിൻ്റെ പടം ഞാൻ കണ്ടു കഴിഞ്ഞു. ഏത് കള്ളപ്രിൻ്റ് അവർ കണ്ടു കഴിഞ്ഞത്. ഞാൻ 5 ലക്ഷം രൂപ മുടക്കി അതിനുവേണ്ടി ഒരു ടീമിനെ വെച്ച് ഏതാണ്ട് 5 ലക്ഷം സൈറ്റുകളോളം ബ്ലോക്ക് ചെയ്യിച്ച് പോയിട്ട് പോലും അത്രയും സൈറ്റുകൾ നമ്മുടെ ഗവൺമെൻറ് എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ഗവൺമെൻറ് എന്താ ചെയ്യുന്നത്? അന്നത്തെ സജിച്ചെറിയാൻ കുറേ പേരുണ്ട്. വാട്ട് ദേ ആർ ഡൂയിങ്. ചുമ്മാ പണവും വാങ്ങി ഇങ്ങനെയുള്ള വലിയ കോക്കസിനെ വളർത്തുന്നതെല്ലാം ഞാൻ വൈഡായിട്ട് പറഞ്ഞു പോവാണ്. ഒരുപാട് പ്രശ്നങ്ങൾ ഒന്നും ഗവൺമെൻറ് ഭാഗത്ത് സപ്പോർട്ടില്ല. ഒരുപാട് നിർമ്മാതാക്കൾ വരുന്നു, എന്നെപ്പോലെ പാവം പിടിച്ച നിർമ്മാതാക്കൾ. പാവം പിടിച്ചെന്ന് ഞാൻ ഉദ്ദേശിച്ചത് സാമ്പത്തികമായിട്ടാണ് കേട്ടോ, സ്വഭാവത്തിൽ ഞാനത്ര പാവമല്ല എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. അപ്പം ഇങ്ങനെയുള്ളവർ വരുന്നു, അവരെല്ലാം വാഷ് ഔട്ടായി പോകുന്നു, തിരിച്ച് ജോലിക്ക് കയറി പോകുന്നു, കടവാകുന്നു. ഇത് ഇങ്ങനെയൊക്കെ പോയാൽ എങ്ങനെയാണ് മലയാള സിനിമയ്ക്ക് നാളെ ഒരു മുഖം ഉണ്ടാവുക? ഈ അസോസിയേഷൻ്റെ ഈ പ്രശ്നങ്ങൾ ഇതൊന്നും നല്ലോല ലീഡ് ചെയ്ത് പോയി, പെൻഷനും കാര്യങ്ങളും നമ്മുടെ ഒരു പ്രശ്നം അല്ലെങ്കിൽ പോലും നിങ്ങൾ ഇതുമായിട്ടൊക്കെ നമ്മളിതിനെക്കുറിച്ച് പറയാം, നമ്മളാരാ നീ ആരാ ഞാനാരാന്ന് ചോദിച്ചാൽ പോലും എങ്കിലും ഇതിനൊക്കെ ഒരു എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിനിമയെ ഒരു ഫുൾ ടൈം തൊഴിലായി കൊണ്ട് നടക്കാവുന്ന അംഗങ്ങളെ ഉള്ളൂ ഇതിനകത്ത് ഫുൾ ടൈം അംഗത്വം കൊടുക്കാൻ പാടുള്ളൂ. അതാണ് അതിൻ്റെ ഒരു സംഭവം. പെൻഷൻ കൊടുക്കരുതെന്നല്ല പറഞ്ഞാൽ അവരൊക്കെ ഒരു നോൺ ആക്റ്റീവ് മെമ്പേഴ്സായിട്ട് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു. ലോ കൊണ്ടുവരിക, ബൈലോയിൽ ഒരു കാര്യങ്ങൾ കൊണ്ടുവരിക. എന്താണ്? അതായത് ഒരു മാസം ഇത്ര അവേഴ്സ് ജോലി ചെയ്യുന്ന സിനിമയിൽ ജോലി എന്ന് തെളിയിക്കാൻ പറ്റണം. അത് ഒരു വർഷം ഇത്ര അവേഴ്സ്, ഒരു മാസം വെച്ച് ഇത്ര അവേഴ്സ് ജോലി ചെയ്യാത്തവരുടെ അംഗത്വം സൈലന്റ് മെമ്പർഷിപ്പ് ആക്കിയോ വല്ലതും കൊണ്ടുപോവുക. അവരെയൊക്കെ ഭാരഭാഗത്വത്തിൽ നിന്ന് മാറ്റിയിട്ട് നല്ല ചുരുക്കുള്ളത് ഇപ്പം മമതാ മോഹൻദാസ് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ശ്വേതാ മേനോൻ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിലടത്തൊക്കെ പറഞ്ഞു ഇറ്റ്സ് എ ഫീമെയിൽ വേർഷൻ ഓഫ് പൃഥ്വിരാജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അത്രയേറെ സ്റ്റാൻഡേർഡായിട്ട് പറയാൻ കഴിവുള്ളവരാണ്. നിലപാടുകളും അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളും അത് രണ്ട് കാര്യങ്ങളാണ്. ഞാൻ ഇവരുടെ എല്ലാ ഇതിനോട് യോജിക്കുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ കാര്യങ്ങളെ വളരെ പോസിറ്റീവായിട്ട് പ്രൊഫഷണലായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നവർ വേണം ഇതിൻ്റെ തലപ്പത്ത് വരാൻ. ആ തലപ്പത്തിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പൃഥ്വിരാജിനെ പോലുള്ളവർ, അല്ലെങ്കിൽ ആസിഫ് അലിനെ പോലുള്ളവർ, അല്ലെങ്കിൽ കുഞ്ചാക്കോ പോലുള്ള ഒരാൾ പറയുന്നു ഇതുപോലെ ഈ ലക്ഷ്മിപ്രിയ ഇങ്ങനെയൊക്കെയുള്ളവർ, അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റേജ് ഷോയുമായിട്ട് നടന്ന് ഒരു പണിയില്ലാതെ നടന്ന് ഈ കുറ്റവും കുറവും വാട്സപ്പർ ഈ ചീഞ്ഞ പരിപാടികൾ ചെയ്യുന്നവരെയൊക്കെ ഇവരൊക്കെ ശ്രമിക്കുന്നു. അപ്പോൾ ഇതിനൊക്കെ ഒരു പ്രൊഫഷണലിസം കൊണ്ടുവരണം. അമ്മ പോലെ ഒരു സംഘടന അതില്ലാത്തതാണ്, പ്രൊഫഷണലിസം ഇല്ലാത്തതാണ് പ്രശ്നം. അവരൊരു ബൈലോ ഉണ്ടാക്കി അങ്ങനെ കൊണ്ടുപോകട്ടെ, നമുക്ക് അങ്ങനെ ചെയ്യാം.
അങ്ങനെ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രതീക്ഷയില്ല. Seriously, I don't have a hope at all. We don't care അല്ലേ? See, I mean, we don't have to care because നമുക്കൊന്നും അവിടെ അംഗത്വം കിട്ടണമെങ്കിൽ നമ്മളാരാ നമുക്ക് അംഗത്വം പോലും കിട്ടില്ല. ഇവിടെ ഒരു സെലിബ്രിറ്റി വന്നു കഴിഞ്ഞാൽ സെലിബ്രിറ്റിയെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് മെഡൽ വല്ലതും കിട്ടിയോ റീസെന്റ് ആയിട്ട്? ഇല്ല, മെഡൽ കിട്ടിയില്ല. അത് തന്നെയാണല്ലോ ഇവിടെ കാശ് കൊടുത്താൽ മെഡൽ കിട്ടും അല്ലേ? കാശ് കൊടുത്താണ് മെഡൽ മേടിച്ചതെന്ന് ഞാൻ പലരും പറഞ്ഞു കേട്ടു. എന്നോട് അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ ആവശ്യപ്പെട്ടു. റിനി ടോം പരിപാടിയിൽ തന്നെ ഞാൻ പ്രതികരിച്ചതിന് എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ അസഭ്യവർഷങ്ങൾ കേട്ട മനുഷ്യനാണ് ഞാൻ. ഒരുപാട് 90% പോസിറ്റീവ് ആയിരുന്നെങ്കിലും 10% അപസ്യവർഷങ്ങൾ ഞാൻ കേട്ടിരുന്നു. ഇതിൻ്റെയൊക്കെ നല്ല കാര്യങ്ങളല്ല ആരും ചിന്തിക്കുന്നത്. മലയാളി എന്ന് പറയുന്നത് അപ്പോൾ കാണുമ്പോൾ അപ്പോൾ സ്റ്റാൻഡ് എടുക്കുന്നവരാണ്. എനിക്കൊരു കാര്യം വരുമ്പോൾ ആ സ്റ്റാൻഡിലനുസരിച്ച് പോകുന്നവരാണ് മലയാളികൾ. അതുകൊണ്ട് തന്നെ ഞാൻ അതിനകത്ത് പറയാൻ ആളല്ല. മെഡൽ കൊടുത്തു, കാശ് മേടിച്ചാണ് മെഡൽ കൊടുത്തത്. കാര്യം ഇപ്പം ഡോക്ടേഴ്സിന് കൊടുത്തു, മനുഷ്യരറിയാതെ. ഇപ്പം ഞാൻ പറഞ്ഞത് ഡോക്ടർ ചൈതന്യ ഉണ്ണി ഗോൾഡ് കോസ്റ്റിലുള്ളത്, കസ്മെറ്റിക് സർജൻ, വാട്ടവർ, കലാപരമായ പ്രവർത്തനം, സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിക്കാരത്തേക്ക് എന്തുകൊണ്ട് അവാർഡ് കൊടുത്തില്ല എന്ന് ഞാൻ ചിന്തിച്ചു. അതുപോലെ തന്നെ നിങ്ങൾ തന്നെ എന്നോട് പറഞ്ഞു ഇവിടുത്തെ വമ്പന്മാർ നിങ്ങൾക്കെതിരാകും, അതിനെതിരെ വീഡിയോ ചെയ്താലെന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ തന്നെ നേരത്തെ എന്നോട് പറഞ്ഞില്ലേ. പക്ഷേ സത്യം പറഞ്ഞാൽ വീഡിയോ ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ പലർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് ഒരു നല്ല മോർഗേജ് ബ്രോക്കർക്ക് ഇവിടെ എന്തിനാണ് അവാർഡ് കൊടുക്കുന്നത്? അല്ലെങ്കിൽ നല്ലൊരു റിയൽ എസ്റ്റേറ്റ് ഏജന്റിന്റെ പുള്ളി എന്താണ് സോഷ്യലി അയാൾ കൊണ്ടുവന്നത്? നോ കമന്റ്സ് ആണെങ്കിലും ഞാൻ എൻ്റെ ചോദ്യമാണ്, ഇവർക്കൊക്കെ അവാർഡ് കൊടുക്കുമ്പോൾ ജനങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ പൈസ വാങ്ങിയിട്ടാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാനൊരിക്കലും അങ്ങനെ പറയില്ല. നമ്മൾ ഇവരോട് ആരും എതിരല്ല. നാളെ കാണേണ്ടതാണ്. തീർച്ചയായിട്ടും. എന്തിനിങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ള ചോദ്യമുണ്ട്. 2 മണിക്കൂറോളം അവാർഡ് കാര്യങ്ങൾ ചെയ്തു. അത് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പരിപാടി തുടങ്ങി 1.5 മണിക്കൂറോ 2 മണിക്കൂറോളം അവാർഡായിരുന്നു. നമ്മളുടെ പണം വാങ്ങി 2 മണിക്കൂറോളം ഈ പരിപാടി ആയിരുന്നു എന്നുള്ളത് ഒരു കാര്യം. പിന്നെ എന്താണ്, പണം വാങ്ങിയെങ്കിൽ അതിനൊരു പർട്ടിക്കുലർ നെയിമുണ്ട്. അതായത് പ്രകൃതിക്ഷോഭമോ പറ്റാത്ത ഇത് കൂട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ തെളിവ് സഹിതം വന്നാലല്ലാതെ റീഫണ്ട് കൊടുക്കണം എന്നൊരു നിർബന്ധമുണ്ട്. ഇപ്പം ഇതിലെ ചീഫ് ഗസ്റ്റ് എന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച് പോയ ഷാജൻ ചേട്ടനെ കാണാനാണല്ലോ. പിന്നെ ധ്യാനയും ഓഫ് കോഴ്സ്, പിന്നെ ഇക്കാനയും. പക്ഷേ എന്നാലും ഷാജൻ ചേട്ടൻ വന്നില്ല. റീഫണ്ടിന് ആരെങ്കിലും അപേക്ഷിച്ചാൽ, ഞാൻ സീരിയസ്ലി പറയുകയാണ്, റീഫണ്ടിന് ആരെങ്കിലും അപേക്ഷിച്ചാൽ ദേ വിൽ ഹാവ് ടു പേ ബാക്ക്. ഷാജേട്ടൻ വരികയെന്നുള്ളത് ഇവർക്ക് നേരത്തെ അറിയാമായിരുന്നു. പക്ഷേ പറഞ്ഞില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ പരിപാടിയെ അറിയോ ഇല്ലയോ എന്നുള്ളതല്ല. ഞാനിപ്പോൾ നിയമപ്രകാരം ഓസ്ട്രേലിയൻ ലോ വെച്ച് ഞാനൊരു റീഫണ്ടിന് കൊടുത്താൽ എനിക്ക് റീഫണ്ട് അവർ തന്നേ പറ്റൂ. കാരണം ആ കാര്യമൊന്നും നമ്മൾ പറയുന്നില്ല. കാരണം ഞാൻ ലാലേട്ടനെ കൊണ്ടുവന്നപ്പോൾ തെളിയിക്കാവുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വെച്ചാണ് അന്ന് ഹരീഷ് കണാരൻ വരായിരുന്നത്. അതിനൊരു പർട്ടിക്കുലർ ടേം ഉണ്ട് കേട്ടോ, ഞാനത് മറന്നുപോയി, ഒരു ഇംഗ്ലീഷ് ടേം. ആ ടേം വെച്ച് കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ അടിയിൽ വരും. അതായത് മെഡിക്കൽ കണ്ടീഷൻസ്, അല്ലെങ്കിൽ വിസ റിജക്ഷൻ, ഇതൊക്കെ പ്രൂവ് ചെയ്യും. പുള്ളിയുടെ ഒരു ഇന്റർവ്യൂ കൊണ്ട് മാത്രം കാര്യങ്ങളൊന്നുമില്ല. പുള്ളി ഇതിനകത്ത് ഒരു തെറ്റുകാരനാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതൊക്കെ സംഘാടകർ കുറച്ചുകൂടി ശ്രദ്ധിക്കുകയാണ്, കുറച്ചുകൂടി സ്റ്റാൻഡേർഡായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകണം. കാരണം പണം വാങ്ങി ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നമ്മുടെ ടൈമിന് വിലയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്, ടൈമിന് വിലയുണ്ട്. ഇത്തരം അവാർഡുകൾ വളരെ ചീപ്പായ രീതിയിൽ ചെയ്തതിനോട് ഞാൻ ശക്തമായി പ്രതികരിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഒരു സെലിബ്രിറ്റിയുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ നമുക്ക് ഒരു ക്ഷാമമുള്ള ഒരു കാര്യമല്ല. കാരണം ധ്യാനന്റെ ആത്മാർത്ഥ പുള്ളി എന്നെ വിളിക്കുകയാണ്. കാരണം അതിന്റെ ഇടയ്ക്ക് ഇമോഷണൽ ഇഷ്യൂ വന്നില്ലേ, അപ്പൊ പുള്ളി പെട്ടെന്ന് പ്രശ്നം അതെ പുള്ളിക്ക് പെട്ടെന്ന് ഭയങ്കര വിഷമം അകത്ത് പോയിട്ട് പുള്ളി എന്നെ വിളിക്കുകയാണ്. അപ്പൊ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ദിനേശ് ചേട്ടാ ഒന്ന് കയറി വരാൻ പറഞ്ഞു. അപ്പൊ ഇവരെന്നെ കയറ്റി കൊടുത്തു, സെക്യൂരിറ്റി വിടുന്നില്ല. ഞാൻ എന്താണിത്? അപ്പോൾ ഉടനെ എന്നിട്ട് ഇവരുടെ ആൾക്കാരെ ഇവർ കയറ്റി വിടുകയാണ്, ഇവർക്ക് വേണ്ടവരെ. അപ്പൊ ഞാൻ പറഞ്ഞു, രണ്ടാമത് എന്നെ വിളിച്ചു ചോദിച്ചു, ഞാൻ എന്നെ വിളിക്കുന്നു, ഞാൻ പോയി നോക്കിയിട്ട് വരട്ടെ. വളരെ ഈ സംഘാടകരിൽ ഒരാൾ എനിക്ക് വളരെയേറെ, ഞാൻ പറഞ്ഞ മാനാടൻ തന്നെയാണ്, വേറെ ആരുമില്ല, സണ്ണി മാനാടൻ തന്നെയാണ്. എനിക്കത് വളരെ വ്യക്തമായി ഞാൻ അദ്ദേഹത്തെ വിളിച്ച് ഞാൻ എൻ്റെ അഭിപ്രായം പറയണമെന്ന് ഞാൻ ആലോചിച്ചതാണ്. പക്ഷേ ഇപ്പോൾ നമ്മളിവിടെ ഒരു സെലിബ്രിറ്റി വന്നാലോ നമുക്കൊരു ഫോട്ടോ എടുക്കാനോ, ചിലപ്പോൾ നമ്മൾ ചോദിക്കും ഒരു റീൽ എടുക്കണോ, നമ്മൾ ഇവിടെ വരുന്ന അസോസിയേഷൻ പരിപാടി നമ്മൾ സപ്പോർട്ടാണ്, നമ്മൾ എതിരാണോ? അല്ലല്ല, നമ്മൾ എത്ര പേരുണ്ട്. ഞാൻ ഫോട്ടോയോ റീലോ എന്നുള്ളതിനെ പറ്റി അല്ല പറയണത്. അതൊക്കെ നമുക്ക് അവരുടെ ആ സമയത്തല്ലാത്ത ബസ്സിൽ സമയങ്ങളിൽ നമ്മൾ സാഹചര്യങ്ങൾ പോലെ ചെയ്യണം. പറ്റത്തില്ല, ഓക്കെ, ഇറ്റ്സ് ഫെയർ ഇനഫ്. പക്ഷേ ഇവർക്ക് പറ്റും, ഇവരുടെ ശിങ്കിടികൾക്ക് പറ്റും. അവൻ എന്നെ വിളിച്ചിട്ട് പോലും എന്നെ അങ്ങനെ ഇൻസൾട്ട് ചെയ്തപ്പം എന്നോട് പണം വാങ്ങിയിട്ട് എനിക്ക് അതൊക്കെ എന്നാ പറയുന്നത്, ഒരു ഭയങ്കര മോശമായ സമീപനമാണ് ഇവരൊക്കെ ചെയ്യുന്നത്. നാളെ ഇവരോടൊക്കെ ആരെങ്കിലും ടിക്കറ്റ് എടുക്കുമോ? അല്ല, പരിപാടികളൊക്കെ ഇങ്ങനെ ഒരു പരിപാടി വെക്കുമ്പോൾ പരിപാടികളുടെ ഒരു ആൾക്കാർ വരുന്നതിനുള്ള ഒന്നാമത് ഇവിടെ കൂടുതൽ പരിപാടിയാണ്, പരിപാടിയാണ് അല്ലെ. മാന്യത, പ്രൊഫഷണലിസം, ഇത് രണ്ടും കീപ്പ് ചെയ്യുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ മറ്റൊന്നിനുമില്ല, ഒരു അനാവശ്യമായ കമന്റ്സിനും ഇല്ല. മാന്യതയും പ്രൊഫഷണലിസം കാണിക്കുക. 2 മണിക്കൂർ അവാർഡ് ദാന ചടങ്ങുകൾ നടത്തി. ഇവിടുന്ന് ആദ്യമേ പറഞ്ഞിരുന്നത്, ഷാൻചേട്ടൻ പറഞ്ഞിരുന്നത്, വീഡിയോ കൂടെ പറഞ്ഞിരുന്നത് തന്നെ, സമൂഹത്തിന് ഇത് ചെയ്തത് അങ്ങനെയുള്ള ആൾക്കാർ.
അങ്ങനെയുള്ള ആൾക്കാർ എന്ത് സമൂഹത്തിന് വന്നു എന്ന് അവർക്ക് പറയാൻ സാധിക്കണമായിരുന്നു. നമ്മളുടെ കാശിന് വാങ്ങി ടിക്കറ്റ് എടുത്ത നമ്മളുടെ കാശിന് അവിടെ കയറി 2 മണിക്കൂർ അവാർഡ് വാങ്ങിയപ്പോൾ എന്തിനു ചെയ്തു? ഇപ്പോൾ ആരെങ്കിലുമൊക്കെ പലരും ഇവിടെ പറഞ്ഞു പണം വാങ്ങിയിട്ടാണ് അവാർഡ് കൊടുത്തത്. അവരെ തെറ്റ് പറയാൻ പറ്റുമോ? ഞാനത് പറയണില്ല, മോശമാണ്. എനിവേ നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകാം. ഒരു 25ഓളം പേര് എൻ്റെ ഒരു സുഹൃത്തിന് ഇമെയിൽ ഇവർക്കും ആ കമ്മിറ്റിക്ക് ഇമെയിൽ അയച്ചു. അവർ ആ ഒരു ഇമെയിലിന് പോലും റിപ്ലൈ ചെയ്തില്ലെന്ന് എനിക്കറിയാം. ഞാൻ വേറെ രീതി പറയുകയല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ 3 പടങ്ങളിൽ നിർമ്മാണ പങ്കാളിയും സോൾ നിർമ്മാതാവൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാനിവിടെ ലാലേട്ടനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിവിടുത്തെ അസോസിയേഷൻ പ്രസിഡന്റ് ആയിട്ടുണ്ട്. ഞാനിവിടുത്തെ ഓസ്ട്രേലിയൻ സർക്കാരിൻ്റെ കമ്മ്യൂണിറ്റി വർക്കിനുള്ള അവാർഡ് എനിക്ക് കേന്ദ്ര ഇതിൽ നിന്ന് കിട്ടിയതൊക്കെയാണ്. എൻ്റെ പേരിൽ എനിക്ക് തോന്നുന്നു 15 പേരിൽ അയച്ചെന്ന് എന്നോട് പറഞ്ഞിരുന്നു. ഒരു ഇതുപേരും കിട്ടിയില്ല എന്നും അവരിൽ പലരും എന്നോട് പറഞ്ഞു. അപ്പോൾ എന്നോട് പറയാതെ അയച്ചവരും ഉണ്ടാവാം. മടൽ കിട്ടിയത് നിങ്ങൾ സന്തോഷമാവോ? മടൽ സന്തോഷമാണെന്ന് വെച്ചാൽ ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ആർക്കാണ് അംഗീകാരം ഇഷ്ടമില്ലാത്ത ബ്രോ? എല്ലാവർക്കും അംഗീകാരം ഇഷ്ടമുള്ളത് തന്നെയാണ്. ആർക്കാണ് സന്തോഷിക്കാൻ അല്ലേ? ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തതെന്ന് പറഞ്ഞു. നമുക്ക് ഇത്തരം വിഷയങ്ങളൊക്കെ വിടാം, അതൊക്കെ വിട്ടാരെ. അതെ. ഇപ്പോൾ ഇനി ഫ്യൂച്ചറിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം. ശ്രദ്ധിക്കുമെന്ന് തന്നെ വിചാരിക്കാം. ചെയ്യുന്ന കാര്യങ്ങൾ പ്രൊഫഷണലായും സ്റ്റാൻഡേർഡായിട്ടും ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് ഇത്തരം കാര്യങ്ങളിൽ പറയാനുള്ളൂ. ദിലീപിന്റെ വിഷയത്തിൽ നിങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്യുന്നത്? അതൊരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണ് ബ്രോ. ദിലീപ് എന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു ഇഷ്ടപ്പെടാൻ, കാരണം എന്നെ സംബന്ധിച്ച് അദ്ദേഹം ദിലീപേട്ടനാണ്. നിങ്ങൾക്കറിയാൻ മേലെങ്കിൽ ഞാൻ ഈ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് ജോർജ് ഏട്ടൻസ്പൂരത്തിൻ്റെ സെറ്റിൽ ദിലീപേട്ടനെ പോയി അങ്ങേരെ ഉറക്കം വന്ന് തൂങ്ങി നിന്ന സമയത്ത് ഞാൻ ഇവിടുന്ന് ഓസ്ട്രേലിയയിലേക്കുള്ള ഒരു ചാരിറ്റിയുമായി ബന്ധപ്പെട്ടാണ്. അന്ന് ഞാൻ ഇവിടുത്തെ മലയാളി അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്, അപ്പോൾ ബ്രിസ്ബേൻ മലയാളി അസോസിയേഷൻ്റെ. അപ്പം ഞാൻ അദ്ദേഹവുമായിട്ട് 1 മണിക്കൂറോളം കാരവാനിലിരുന്ന് സംസാരിക്കുകയാണ് ആ ജോർജ് ഏട്ടൻസ്പൂരത്തിൻ്റെ. അന്നൊക്കെ അദ്ദേഹത്തിന് കോള് വരുന്നുണ്ട്. അപ്പം വിജയേട്ടൻ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പിണറായി വിജയനെയൊക്കെ സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടിരുന്നതാണ് ആ സമയത്തൊക്കെ. അത്രയും എനിക്കറിയാം ദിലീപേട്ടൻ എന്ത് ചെയ്യുന്നു, അല്ലെ അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്ത്, അദ്ദേഹം മോശക്കാരനാണോ, ഇത്തരം ഒരു കാര്യങ്ങളിലും പക്ഷേ എനിക്ക് എന്നെ സംബന്ധിച്ച് ഈ പർട്ടിക്കുലർ കേസിൽ ഒരു സാധാരണ ബോധമുള്ള, ഇപ്പോൾ പറയില്ല അന്തം കമ്മി അല്ലെ കൊമ്മി കമ്മിയോ എന്നാ വാട്ടവർ, അങ്ങനെയൊന്നും അല്ലാതെ ചിന്തിക്കുന്ന ഒരുത്തൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയും. എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ആ മനുഷ്യനെ അറിയാത്തോളം ഈ വൃത്തികേടിൽ ഈ പറയുന്ന പർട്ടിക്കുലർ കാര്യങ്ങളൊന്നും അദ്ദേഹം ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ വർത്താനം പറഞ്ഞപ്പോൾ ദിലീപ് എന്ന് പറഞ്ഞോളൂ. യഥാർത്ഥത്തിൽ നമ്മളെക്കാൾ ഒത്തിരി പ്രായമുള്ളതാണ് ദിലീപേട്ടൻ തന്നെയാണ്. പ്രായമൊന്നുമില്ല, 48 വയസ്സുണ്ടല്ലോ. 48 അതിനുമേലുണ്ടല്ലോ. 48 വയസ്സ് എനിക്ക് തന്നെ അതിൽ കൂടുതലുണ്ട്. അപ്പം പിന്നെ അദ്ദേഹത്തിന് എന്നേക്കാൾ കൂടുതൽ വയസ്സ് പ്രായം കൂടുതലുള്ള മനുഷ്യനാണ് ദിലീപേട്ടൻ. എന്നാ പറയുന്നത്, ദിലീപേട്ടൻ കൊടുത്ത സംഭാവനകളെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ രണ്ടാമത്തെ കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ എന്തും ആയിക്കോട്ടെ, പക്ഷേ ഈ പർട്ടിക്കുലർ വിഷയത്തിൽ ഈ പർട്ടിക്കുലർ മോശമായ കാര്യം ആരോപിക്കുന്ന കാര്യം അത് അവരുടെ പ്രോസിക്യൂട്ടറൊക്കെ തന്നെയല്ലേ പരാജയപ്പെട്ടു പോയത്. വിച്ച് മീൻസ് അവരുടെ പറയുന്നവരുടെ ഭാഗത്തു നിന്ന് പോലും അതിനൊരു ക്ലാരിറ്റി കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ തോറ്റുപോയത്. മണ്ടന്മാരായ ആൾക്കാർ സർക്കാരിനെ വിലക്കി മേടിച്ചു എന്നൊക്കെ പറയുമായിരിക്കാം. പക്ഷേ എനിക്ക് അദ്ദേഹത്തെ അറിയാവുന്നതോട് വെച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനിയൻ, ആ പുള്ളിയുടെ അളിയൻ, ഇങ്ങനെ പലരുമായി എനിക്ക് പേഴ്സണലി ബന്ധവും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ പറയുകയാണ്. ഇതൊന്നും നമുക്ക് കുറച്ചുകൂടെ സ്റ്റാൻഡേർഡായിട്ട് സംസാരിക്കാം. അപ്പോൾ ഓക്കെ, അടുത്തൊരു വിഷയവുമായിട്ട് വേറൊരു സന്ദർഭത്തിൽ നമ്മൾ കാണുന്നതായിരിക്കും. ഓക്കെ, ആയിക്കോട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. നമസ്കാരം, വണക്കം.